ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് 2019 ഒക്ടോബറിൽ ഞങ്ങൾ നടത്തിയ ഒരു യാത്രാവിശേഷമായിട്ടാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്, മുംബൈ എന്നീ സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പയുടെയും അമ്മയുടെയും 4 സഹപ്രവർത്തകരും അവരുടെ കുടുംബവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആദ്യ 2 ദിനങ്ങൾ ഔറംഗാബാദിലും 3-ാം ദിവസം മുംബൈയിലും കാഴ്ചകൾ കാണുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങോട്ടുള്ള യാത്ര ട്രെയിനിലായിരുന്നു. രാത്രി 8:30 ഞങ്ങൾ ഔറംഗാബാദിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. ഔറംഗാബാദിൽ ആദ്യ ദിവസം ഞങ്ങൾ എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിലേക്കും 2-ാം ദിവസം അജന്ത ഗുഹയിലുമാണ് പോയത്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ നഗരം സുദീർഘമായ ചരിത്ര പാരമ്പര്യമുള്ളതാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ 1-ാം ദിവസം സന്ദർശിച്ച എല്ലോറ ഗുഹാക്ഷേത്രങ്ങളെ കുറിച്ചും ബീബി കാ മക്ബറയെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിതൊന്ന് കണ്ടു നോക്കിയാലോ. എല്ലോറയിൽ നമുക്ക് കാണാനുള്ളത് പ്രധാനമായും ഗുഹാക്ഷേത്രങ്ങളാണ്. ഇവയെല്ലാം ഏകദേശം ക്രിസ്തുവർഷം 550-നും 950-നും ഇടയിൽ നിർമ്മിച്ചതാണ്. ചെങ്കുത്തായ ചർണാതിരി കുന്നുകൾ തുറന്നാണ് ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലുകൾ മുറിച്ചു മാറ്റിയതിനു ശേഷമുള്ള ഭാഗങ്ങളാണ് ക്ഷേത്രങ്ങളായി നിൽക്കുന്നത്. ഏതാണ്ട് 100-ലധികം ഗുഹകൾ ഉണ്ടെങ്കിലും സന്ദർശകർക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത് അതിൽ 34 എണ്ണം മാത്രമാണ്. 1 മുതൽ 12 വരെയുള്ള ഗുഹകൾ ബുദ്ധമത നിർമ്മിതികളും 13 മുതൽ 29 വരെയുള്ളവ ഹിന്ദുമത നിർമ്മിതികളും 30 മുതൽ 34 വരെയുള്ള അവസാന 5 ഗുഹകൾ ജൈനമത ക്ഷേത്രങ്ങളുമാണ്. 1983-ൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ മകുടോ ഉദാഹരണമാണ്. അനുസരിച്ച് തന്നെ ഗുഹകൾ കാണുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. 1 മുതൽ 9 വരെയുള്ള ഗുഹകൾ ഭംഗിയുള്ളതും ശില്പങ്ങൾ നിറഞ്ഞതുമാണ്. ഗുഹയാണ് ഞങ്ങളെ പ്രത്യേകമായി ആകർഷിച്ച ഒന്ന്. വിശ്വകർമ്മ ഗുഹ എന്നാണ് ഇതിന്റെ പേര്. ഒരു ചൈത്യ ഹാളാണിത്. പ്രവേശന കവാടം കഴിഞ്ഞ് സമചതുരാകൃതിയിലുള്ള മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ചൈത്യ ഹാളിന്റെ പുറത്തെ കൊത്തുപണികൾ ആസ്വദിച്ചു. ഉള്ളിലേക്ക് കയറിയപ്പോൾ വിദേശ ടൂറിസ്റ്റുകളെയും കൊണ്ടുവന്ന ഒരു ഗൈഡ് ചൈത്യ ഹാളിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. അതിനുശേഷം ഞങ്ങൾ വരാന്തയ്ക്ക് മുകളിലുള്ള ബാൽക്കണിയിൽ കയറി നിന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തു. ശേഷം ഞങ്ങൾ 11-ാം ഗുഹയിലേക്ക് പോയി. ഇത് 3 നിലകളോട് കൂടിയ ബുദ്ധ ആശ്രമമാണ്. ഉൾഭിത്തികളിൽ വളരെ വലിയ ബുദ്ധ പ്രതിമകളും മറ്റു ശില്പങ്ങൾ ഉള്ളതുമാണ്. 11 പോലെ തന്നെ 12-ാം ഗുഹയും 3 നിലകളുള്ള ബുദ്ധാശ്രമമായിരുന്നു. കൂടുതൽ ശില്പങ്ങൾ ഉള്ളതും ഭംഗിയുള്ളതും 12-ാം ഗുഹയാണ്. ഈ ഗുഹയിലും വളരെ നീളമുള്ള വരാന്തകൾ ഒരു ആകർഷണമാണ്. ഗുഹയിൽ ഭിത്തികൾ നിറയെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 15-ാമത്തെ ഗുഹ 2 നിലകളായി നിറയെ തൂണുകളോടുകൂടിയ 2 ഹാളുകളും ഹാളിന് മുറ്റത്ത് ഒരു ക്ഷേത്രവുമാണ്. എല്ലോറ
ഗുഹാ സമുച്ചയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് 16ാമത്തെ ഗുഹാക്ഷേത്രമാണ്. രഥത്തിന്റെ രൂപത്തിലുള്ള കൈലാസ ക്ഷേത്രം മുകളിൽ നിന്ന് കാണുന്നതിനായി ചരണാദ്രി കുന്നിലേക്ക് കുറച്ച് ഞങ്ങൾ കയറി. ഇതുവരെ കണ്ട ഗുഹാക്ഷേത്രങ്ങളെല്ലാം പാറയുടെ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് തുരന്ന് നിർമ്മിച്ചതെങ്കിൽ കൈലാസ ക്ഷേത്രം മുകളിൽ നിന്ന് താഴേക്ക് പാറ പൊട്ടിച്ചു കളഞ്ഞ് ക്ഷേത്രത്തിന്റെ രൂപം മാത്രം നിലനിർത്തി. അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിലെ പാറകൾ കാർവ് ചെയ്ത് കളഞ്ഞാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ വലിയ ക്ഷേത്ര സമുച്ചയം മുഴുവൻ ഒറ്റക്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. എത്ര ശ്രദ്ധയോടുകൂടി നിർമ്മിച്ച നിർമ്മിതിയാണിത്! താഴേക്കിറങ്ങി ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ കടന്ന് ആ ശില്പകലാ അത്ഭുതം കുറേ സമയം കണ്ടു. മുതൽ 29 വരെയുള്ള ഗുഹകൾ സൈഡിൽ നിന്ന് തുരന്നെടുത്ത ഗുഹാക്ഷേത്രങ്ങളാണ്. 18, 21, 29 ഗുഹകളിലെ ശില്പങ്ങൾ വളരെ ആകർഷണീയമായിരുന്നു. 18ാം ഗുഹയിലെ തൂണുകളിലെ ശില്പങ്ങൾ ഭംഗിയുള്ളതായിരുന്നു. 21ാം ഗുഹ ആകർഷകമായ ഒന്നാണ്. അതിന്റെ ഭിത്തികൾ വലിയ ശില്പങ്ങളാൽ നിറഞ്ഞതാണ്. 29ാമത്തെ ഗുഹ വളരെ വലിയ ഒരു മണ്ഡപത്തോടു കൂടിയ ക്ഷേത്രമാണ്. ചുവരിലെ ശില്പങ്ങൾ വളരെ വലുതാണ്. ഞങ്ങൾ പിന്നീട് മുംബൈയിൽ കണ്ട എലിഫാന്റ ഗുഹാക്ഷേത്രവുമായി അത് സാമ്യമുള്ളതായിരുന്നു. ഭക്ഷണത്തിന് ശേഷം ജൈന ഗുഹാക്ഷേത്രങ്ങളിലേക്ക് ഞങ്ങൾ തിരിച്ചു. പ്രധാനമായും 5 ഗുഹാക്ഷേത്രങ്ങളാണ് അവിടെ ഉള്ളത്. ആദ്യം ഞങ്ങൾ 32ാം ഗുഹയിലാണ് പ്രവേശിച്ചത്. കവാടം കടന്ന് ഉള്ളിലെത്തുമ്പോൾ ഒരു ക്ഷേത്രവും ഒരു സൈഡിൽ ഒരു ആനയുടെ രൂപവും മറു സൈഡിൽ ഒരു സ്തംഭവും ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ കൈലാസ ക്ഷേത്രം ഓർത്തു. ഇവിടെ കവാടത്തിന്റെ എതിർ സൈഡിൽ 2 നിലയുള്ള ക്ഷേത്രവും സൈഡിൽ ചെറു ക്ഷേത്രങ്ങളുമാണ്. തുടർന്ന് ഞങ്ങൾ 33, 34 ഗുഹകൾ കണ്ടു. നിറയെ കൊത്തുപണികളോട് കൂടിയ 2 ജൈന ഗുഹകളാണ് അവ. മുപ്പത് 31 ഗുഹകൾ കാണുന്നതിനായി ഞങ്ങൾ ചരണാദ്രി കുന്നിലേക്ക് കയറി. 31ാമത്തെ ക്ഷേത്രം പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ച ഒന്നായിരുന്നു. അവിടെ നിന്ന് 200 മീറ്റർ മുന്നോട്ട് നടന്നാൽ 30ാമത്തെ ഗുഹാക്ഷേത്രം കാണാം. ചെറിയ കൈലാസം എന്നാണ് അതിന്റെ പേര്. കവാടം കടന്നു ചെല്ലുമ്പോൾ നിർമ്മാണം പൂർത്തിയാവാത്ത എന്നാൽ കൈലാസ ക്ഷേത്രവുമായി സാമ്യമുള്ള ഒരു ക്ഷേത്രം. യെല്ലോറയിൽ നിന്ന് ഞങ്ങൾ ദേവഗിരി കോട്ടയും ബീബി കാ മക്ബറയും കാണാൻ ഔറംഗാബാദിലേക്ക് പോന്നു. 5 മണിയോടെ ഞങ്ങൾ ദേവഗിരി കോട്ടയുടെ മുന്നിലെത്തി. നേരം വൈകിയതിനാലും ഔറംഗാബാദിലെ പ്രധാന ആകർഷണമായ ബീബി കാ മക്ബറ കാണുന്നതിന് സമയം കണ്ടെത്തേണ്ടതിനാലും ഫോർട്ടിലെ പ്രവേശന ഭാഗത്തെ കുറച്ച് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഔറംഗാബാദിലേക്ക് തിരിച്ചു. 5:45 ഞങ്ങൾ ബീബി കാ മക്ബറയിലെത്തി. താജ്മഹലിന്റെ അതേ ഡിസൈനുള്ള ഈ ടോം ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഇതിനെ ഡെക്കാനിലെ താജ്മഹൽ എന്ന നിലയിൽ ഡെക്കാനി താജ് എന്നും വിളിക്കുന്നു. 1653 32 മില്യൺ രൂപ ചിലവിട്ട് നിർമ്മിച്ച താജ്മഹലിനോട് താരതമ്യം ചെയ്യുമ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം 7 ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച ബീബി കാ മക്ബറയെ പാവങ്ങളുടെ താജ്മഹൽ എന്നും വിളിക്കുന്നു. 1660 പൂർത്തീകരിച്ച ഈ മുഗൾ സ്മാരകം മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ പ്രിയ പത്നിയായ ദിൽരാസ് ബാനു ബീഗത്തിന്റെ ശവകുടീരമാണ്. ഔറംഗസേബിന്റെ മകനായ അസം ഷായുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ സ്മാരകം. താജ്മഹലിന്റെ ശില്പിയായ അഹമ്മദ് ലാഹോറയുടെ മകനായ അതാവുള്ളയാണ് ബീബി കാ മക്ബറയുടെ ശില്പി.
താജ്മഹലിനെ പോലെ പൂർണ്ണമായി മാർബിളിലല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിലും പ്രധാന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മാർബിൾ കൊണ്ടാണ്. ടോംബിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ദിൽരാസ് ബാനു ബീഗത്തെ സംസ്കരിച്ച സ്ഥലം കാണാം. ഞങ്ങൾ കുറച്ചു സമയം അവിടെ ചിലവഴിച്ചു. ഒരേ വർഷം തന്നെ താജ്മഹലും ഡെക്കാനിലെ താജ്മഹലും കാണാൻ സാധിച്ചതിന്റെ സന്തോഷത്തിൽ 6:30 ഞാൻ കൂട്ടുകാരോടൊപ്പം ഹോട്ടലിലേക്ക് പോകുന്നതിനായി വാഹനത്തിനടുത്തേക്ക് നടന്നു. ഇനി 2ാം ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.